പ്രിയപ്പെട്ടവരെ, മുണ്ടത്തിക്കോട് ഉണ്ടായ വെടിമരുന്ന് അപകടത്തിന് ശേഷം ഇവിടെ വലിയ വിവാദവും അപവാദ പ്രചരണമൊക്കെ നടന്നു. ഇത് തട്ടിമറിയാണ്, വലിയ അപകടമാണ്, പൂരം നിരോധിക്കണം, ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് പണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല സിദ്ധാന്തങ്ങളോട് അവതരിപ്പിച്ചു. ഏതായാലും പൂരാഘോഷ കമ്മിറ്റിക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ കൂടി ആലോചിച്ച് ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുള്ള പൂരാഘോഷം നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ കരിമരുന്ന് ഒഴിവാക്കി. അതായത് ആന ഇപ്പോഴും ഉണ്ട്. ഇത്തവണത്തെ പൂരത്തിന് പതിവ് പോലെ നെയ്തലക്കാവ് ഭഗവതി വന്ന് തെക്കേ ഗോപുരം തുറക്കും. പിന്നെ പൂരത്തിൻ്റെ കൊടി നേരത്തെ ഉയർന്നു കഴിഞ്ഞു. അവിടെ ആഘോഷങ്ങളൊക്കെ പഴയ പോലെ നടക്കും. കടിമംഗലം ശാസ്താവ് മഞ്ഞും വെയിലും ഏൽക്കാതെ അതിരാവിലെ വരും. പിന്നീട് അങ്ങോട്ട് ഘടകപൂരങ്ങൾ, അത് കഴിഞ്ഞ് അതിഗംഭീരമായ തിരുവമ്പാടിയുടെ മഠത്തിലെ വരവ്, പാറമേക്കാവ് ഭഗവതിയുടെ പുറപ്പാട്, എരഞ്ഞിത്തറ മേളം, അതിന് സമാന്തരമായി തിരുവമ്പാടിയുടെ ആൽത്തറ മേളം, അങ്ങനെയുള്ള സകല ഘോഷങ്ങളും നടക്കും. പിന്നെ ഒരു പോരായ്മയുള്ളതെന്ന് വെച്ചാൽ കുടമാറ്റം വളരെ നാമമാത്രമായിട്ടേ ഉണ്ടാകുള്ളൂ.